നമസ്കാരം. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി തർക്കം പതിറ്റാണ്ടുകൾക്കിപ്പുറം രൂക്ഷമായ ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. തർക്കപ്രദേശമായ ഡുറൻ ലൈനിൽ പാക് സൈനിക പോസ്റ്റുകൾ അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം ആക്രമിച്ച് പിടിച്ചെടുത്തതോടെ മേഖലയിൽ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ട അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വ്യോമാക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെയും തുടർച്ചയാണ് ഈ പുതിയ നയതന്ത്ര സൈനിക പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ മരണത്തിനും വലിയ തോതിലുള്ള പലായനത്തിനും കാരണമായിരിക്കുന്ന ഈ സംഘർഷം ദക്ഷിണേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. കിഴക്കൻ അതിർത്തി മേഖലകളായ കുനാർ, നംഗർഹാർ എന്നിവിടങ്ങളിൽ അഫ്ഗാൻ സൈന്യം നടത്തിയ അതിശക്തമായ സൈനിക നീക്കമാണ് പാക് സൈന്യത്തിന് വലിയ തിരിച്ചടിയായത്. റദ്ദൽ സുലം അഥവാ അടിച്ചമർത്തലിനെതിരായ പോരാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഒരു തന്ത്രപ്രധാനമായ ഔട്ട്പോസ്റ്റ് അഫ്ഗാൻ സൈന്യം പൂർണ്ണമായും കീഴടക്കി. ഈ ഏറ്റുമുട്ടലിൽ 14 പാക് സൈനികർ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് അഫ്ഗാൻ ഔദ്യോഗിക വക്താക്കൾ അറിയിക്കുന്നത്. കൂടാതെ പാക് സൈന്യത്തിൻ്റെ ഒരു കവചിത ടാങ്കും അന്താരാഷ്ട്ര ലോജിസ്റ്റിക് വാഹനവും തകർക്കപ്പെട്ടു. തങ്ങളുടെ രാജ്യത്തിന് നേരെ പാകിസ്ഥാൻ നടത്തിയ ക്രൂരതകൾക്കുള്ള പ്രതികാരമാണിതെന്നാണ് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. അതിർത്തിയിലെ കരസേനാ നീക്കങ്ങൾക്ക് പുറമെ ആകാശ യുദ്ധവും മുറുകയാണ്. ഇസ്ലാമാബാദിലെ ഫൈസാബാദിലുള്ള പാക് സൈനിക കേന്ദ്രമായ ഹംസ ലക്ഷ്യമാക്കി അഫ്ഗാൻ വ്യോമസേന മിസൈൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. വെള്ളിയാഴ്ച പാക് വ്യോമസേന കാണ്ഡഹാർ വിമാനത്താവളത്തിലെ ഇന്ധന ശേഖരം ബോംബിട്ട് തകർത്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് താലിബാൻ ഭരണകൂടം തദ്ദേശീയമായി നിർമ്മിച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ റാവൽപിണ്ടിക്ക് സമീപം ആക്രമണം നടത്തിയത്. താലിബാൻ ഇതോടെ എല്ലാ പരിധികളും ലംഘിച്ചുവെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളിൽ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നതായി താലിബാൻ വക്താവ് സഹീബുള്ള മുജാഹിദ് ആരോപിച്ചു. സൈനികർ തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ഫെബ്രുവരി 26 ആരംഭിച്ച ഈ സംഘർഷത്തിൽ ഇതുവരെ 75-ലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും 200-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഐക്യരാഷ്ട്രസഭയുടെ അഫ്ഗാൻ മിഷൻ റിപ്പോർട്ട് ചെയ്യുന്നു. കാബൂളിലെ പുൾ ഇ ചൾക്കി മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടത് ആഗോളതലത്തിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഏകദേശം 1,15,000-ലധികം ആളുകൾ ഇതിനോടകം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1893 സർ മോർട്ടീമർ ഡ്യൂറന്റ് നിശ്ചയിച്ച 2640 കിലോമീറ്റർ നീളമുള്ള അതിർത്തി രേഖയാണ് ഈ സംഘർഷത്തിൻ്റെ മൂലകാരണം. പാകിസ്ഥാൻ ഇതിനെ അന്താരാഷ്ട്ര അതിർത്തിയായി കാണുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും ഇതിനെ അംഗീകരിച്ചിട്ടില്ല. പഷ്തൂൺ വംശജർ താമസിക്കുന്ന ഭൂപ്രദേശത്തെ അന്യായമായി വിഭജിക്കുന്ന രേഖയാണിത് എന്നാണ് അഫ്ഗാന്റെ പക്ഷം. 2021 താലിബാൻ അഫ്ഗാനിൽ അധികാരത്തിൽ വന്നതോടെ ഈ തർക്കം കൂടുതൽ രൂക്ഷമായി. ചൈനയും തുർക്കിയും ഖത്തറും വെടിനിർത്തലിനായി ശ്രമിക്കുന്നുണ്ട് എങ്കിലും അതിർത്തിയിലെ സൈനിക താവളങ്ങൾ പിടിച്ചെടുക്കുന്നതിലേക്ക് നീങ്ങിയതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.